നിങ്ങൾ പരാജയപ്പെടുന്നു എന്ന് തോന്നുമെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എന്തായാലും കേൾക്കണം. വിജയത്തിൻ്റെ രഹസ്യം തേടി നമ്മൾ അലയാത്ത ഇടങ്ങളില്ലല്ലോ ജീവിതത്തിൽ. എന്നാൽ യഥാർത്ഥ വിജയത്തിൻ്റെ താക്കോൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് എത്ര പേർക്കറിയാം? യഥാർത്ഥത്തിൽ നമ്മുടെ വിജയത്തിൻ്റെ താക്കോൽ ഇരിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. വേദത്തിലൊരു മന്ത്രമുണ്ട്, ഭദ്രം മനഃ കൃണുഷ്വ വൃത്രതൂര്യേ. ഭദ്രം മനഃ കൃണുഷ്വ വൃത്രതൂര്യേ. ഈ വേദവാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മനസ്സിനെ പവിത്രമാക്കി വെക്കുന്നതിനെ കുറിച്ചാണ്. പോരാട്ടങ്ങളിൽ വിജയിക്കാൻ മനസ്സ് ശുദ്ധമായിരിക്കണം എന്നതാണ് ഈ മന്ത്രത്തിൻ്റെ സാരം. പോരാട്ടങ്ങളിൽ വിജയിക്കാൻ, ജീവിതത്തിൻ്റെ വിവിധങ്ങളായ പോരാട്ടങ്ങളിൽ ഇല്ലേ, നമ്മൾ ദൈനംദിനം നിരവധി പോരാട്ടങ്ങളിൽ പെടുന്നുണ്ട്. അതിൽ വിജയിക്കാൻ നമുക്ക് മനസ്സ് ശുദ്ധമായിരിക്കണം. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ സാരം. ആത്മസംശയം അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട്, അങ്ങനെ ഒരു കെണി നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. സത്യത്തിൽ നമ്മളെ ശത്രു പുറത്തല്ല, പുറത്തുള്ള ശത്രുക്കളല്ല നമുക്ക് ഏറ്റവും വലിയ തടസ്സം ഉണ്ടാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ തടഞ്ഞു നിർത്തുന്ന ശത്രു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മസംശയം അല്ലെങ്കിൽ ആത്മശങ്ക, അതുമല്ലെങ്കിൽ സെൽഫ് ഡൗട്ട് എന്ന് വിളിക്കുന്നതാണ്. എനിക്കിതിന് കഴിയുമോ എന്നൊരു ചെറിയ സംശയത്തിൻ്റെ പൊരിമതി അല്ലെങ്കിൽ ഒരു തരിമതി പടുത്തുയർത്തിയ ആത്മവിശ്വാസത്തെ മുഴുവൻ അത് തകർത്ത് കളയും. ഈ ആശയക്കുഴപ്പം ഉടലെടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു കലങ്ങിയ കുളം പോലെ ആയിത്തീരും. അതാണ് ആശയക്കുഴപ്പം വന്നാൽ. കലങ്ങിയ വെള്ളത്തിൽ പ്രതിബിംബം കാണാൻ കഴിയാത്തതുപോലെ അസ്വസ്ഥമായ മനസ്സിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയില്ല. വിശ്രമത്തിൻ്റെ പ്രാധാന്യം ഇവിടെയാണ് നമ്മൾ തന്ത്രപരമായി മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ചെറിയൊരു ഇടവേള, തന്ത്രപ്രധാനമായൊരു പിന്മാറ്റം, യുദ്ധത്തിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ അല്ലേ, അങ്ങനെയൊക്കെ പണ്ടുള്ള യുദ്ധത്തിൽ ആളുകൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. തന്ത്രപരമായ പിന്മാറ്റം നമുക്ക് ആവശ്യമാണ്, ജീവിതത്തിലും ആവശ്യമാണ്. സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും അധികരിക്കുമ്പോൾ എല്ലാം താൽക്കാലികമായിട്ടൊന്ന് നിർത്തിവെക്കുക, നിൽക്കട്ടെ, ദർ ഈസ് എ പോസ്, ഒന്നും നിർത്തുക. ഓടിക്കൊണ്ടിരിക്കുന്ന യന്ത്രത്തിന് പോലും വിശ്രമം ആവശ്യമുണ്ടല്ലോ. തിരക്കുകളിൽ നിന്ന് മാറി നിന്ന് മനസ്സിനെ ശാന്തമാക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതിനാണ് രാവിലെ സന്ധ്യാവന്ദനം ചെയ്യുന്നത്, അഗ്നിഹോത്രം ചെയ്യുന്നത്, ബലിവൈശ്വദേവ യജ്ഞം ചെയ്യുന്നത്, ധ്യാനമൊക്കെ ചെയ്യുന്നത്. ദിവസവും ഈ ബ്രേക്ക് എടുക്കണം. അല്ലാണ്ട് കുറേ അധ്വാനിച്ചു പിന്നെ കുറച്ചു കാലത്തേക്ക് ദീർഘമായ റെസ്റ്റ് എടുക്കുക, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വിദേശീയരുടെ കൺസെപ്റ്റാണ്. നമുക്കങ്ങനെയല്ല. ദിവസവും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ പറഞ്ഞില്ലേ, ഓട്ടക്കാർ മാരത്തണിൽ അവർ തുടക്കത്തിൽ വലിയ സ്പീഡ്, പിന്നെ പതുക്കെ, പിന്നെ അവസാനം ഓടുന്ന സമയത്ത് ഓടാൻ കഴിയാതിരിക്കുക, അങ്ങനെയല്ല. അവർക്കൊരു മോഡുലേഷനുണ്ട്, അവർക്കൊരു കൃത്യമായൊരു നിയന്ത്രണം അതിനകത്തുണ്ട്. ആ ഒരു പോസാണ് കണ്ടെത്താൻ വേദം നമ്മളോട് ഉപദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നിശബ്ദമായിരിക്കുമ്പോൾ ആ നിശബ്ദതയിലാണ് മനസ്സതിൻ്റെ പവിത്രത വീണ്ടെടുക്കുന്നത്. ദിവസവും ആ പവിത്രത വീണ്ടെടുക്കാം. ദുർവിചാരങ്ങളെ കീഴടക്കാം എന്നുള്ള ചിന്ത അപ്പോഴാണ് നമുക്കുണ്ടാവുക. അനാവശ്യ ചിന്തകളും നെഗറ്റീവ് ചിന്തകളുമാണ് നമ്മുടെ ഊർജം ചോർത്തിക്കളയുന്നത്. പലപ്പോഴും നമുക്ക് ലക്ഷ്യമില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. ലക്ഷ്യമില്ലാതിരിക്കുമ്പോൾ അനാവശ്യ ചിന്തകൾ വരും. പിന്നെ ചെറിയൊരു ചിന്ത വന്നാൽ മതി, പിന്നെ അങ്ങ് തകർന്നു പോകും. മനസ്സിനെ ഒരു പൂന്തോട്ടമായിട്ട് നമ്മൾ സങ്കല്പിക്കുക എന്ന് വിചാരിക്കുക. അവിടെ പവിത്രമായ ചിന്തകളാകുന്ന പൂക്കൾ വിരിയണമെങ്കിൽ അനാവശ്യമായ ചിന്തകളാകുന്ന കളകൾ നമ്മൾ നീക്കം ചെയ്യണം. മനസ്സ് ശുദ്ധമാകുമ്പോൾ അവിടെ ഭയം മാറുകയും പകരം പുതിയൊരു ഊർജം നിറയുകയും ചെയ്യും. മനസ്സ് ശുദ്ധമാകുമ്പോഴേ പറ്റൂ. വി ഹാവ് ടു ഡീക്ലട്ടർ അവർ മൈൻഡ്. ആ ഊർജമാണ് നമ്മെ തളർച്ചയില്ലാതെ മുന്നോട്ട് നയിക്കുന്നത്. ഈ വിജയം എന്നത് കേവലം ഒരു ലക്ഷ്യസ്ഥാനമല്ല, അത് പവിത്രമായ മനസ്സോടെയുള്ള ഒരു യാത്രയാണ്. നിങ്ങളുടെ മനസ്സിനെ പവിത്രമായി സൂക്ഷിക്കുക, അത് വളരെ പ്രധാനമാണ്.
കളങ്കമില്ലാത്തതാക്കി സൂക്ഷിക്കുക. അത് നിങ്ങളെ വിജയത്തിൻ്റെ കൊടുമുടികളിലേക്ക് നയിക്കും, സംശയമില്ല. മനസ്സ് പവിത്രമാക്കാൻ ചില ലളിതമായ ടിപ്സ് ഇവിടെ പറയാം. മനസ്സിലെ കരിനിഴലുകൾ മാറ്റി തെളിച്ചം വരുത്താൻ ചില കാര്യങ്ങൾ നമുക്ക് ശീലിച്ചു നോക്കാം. അതിലൊന്ന് മൗനം ശീലിക്കുക എന്നുള്ളതാണ്. ദിവസവും കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ഒന്നും ചെയ്യാതെ, ആരോടും സംസാരിക്കാതെ നിശബ്ദമായിരിക്കുക. ഇത് ചിന്തകളെ ക്രമീകരിക്കാൻ സഹായിക്കും. അതുകൊണ്ട് മൗന വ്രതം എല്ലാ ദിവസവും 10 മിനിറ്റ്. ഒരു ദിവസം മുഴുവൻ സംസാരിക്കാതിരിക്കാൻ, മൗനവ്രതം ആചരിക്കാൻ നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞോളുന്നില്ല. പക്ഷെ ഒരു ദിവസം 10 മിനിറ്റ് ആരോടും സംസാരിക്കാതെ, ഒന്നും ചെയ്യാതെ നിശബ്ദമായിട്ടിരിക്കാൻ നമുക്ക് കഴിയും. ഇത് ചിന്തകളെ ക്രമീകരിക്കാൻ സഹായിക്കും. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് എന്താണ്? ശ്വാസക്രമീകരണം അല്ലെങ്കിൽ ബ്രീത്തിങ്. പലതവണ ഞാൻ ഈ ടെക്നിക്ക് പല എപ്പിസോഡുകളിലും പറഞ്ഞതാണ്. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ദീർഘമായി ശ്വസിക്കുകയും സാവധാനം പുറത്തുവിടുകയും ചെയ്യുക. ഇത് തലച്ചോറിലെ സമ്മർദ്ദം കുറയ്ക്കും. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ദീർഘമായിട്ട് സാവധാനം ശ്വാസം പുറത്തുവിടുക. ഇത് തലച്ചോറിലെ സമ്മർദ്ദം കുറയ്ക്കും. അടുത്തതായിട്ട് വേണ്ടത്, മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടൻറ്റ്, ഡിജിറ്റൽ ഡീറ്റോക്സ് ആണ്. ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പ് നമ്മൾ, അതുപോലെ തന്നെ ഉണർന്ന ഉടനെയും മൊബൈൽ ഫോൺ ഒഴിവാക്കുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഇതിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് നിർത്തുക. അതുപോലെ ഉണർന്ന ഉടനെ മൊബൈൽ ഫോണ് ഒഴിവാക്കുക. അനാവശ്യമായ വിവരങ്ങൾ തലയിൽ നിറയ്ക്കുന്നത് ഇതിലൂടെ നമുക്ക് തടയാൻ പറ്റും. നമ്മൾ അനാവശ്യ വിവരങ്ങൾ നമ്മളെ തലയിൽ ഇങ്ങനെ വന്നു ചേർന്ന് എന്ത് കാര്യം, പലപ്പോഴും കമ്പാരിസൺ ഉണ്ടാകാനുള്ളതാണ് ഉള്ള ഒരു എളുപ്പ വഴിയാണ് ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുന്ന സമയത്ത് ഉണ്ടാവുക. നമ്മൾ മറ്റുള്ളവരെ പോലെയല്ലേ, അതുപോലെ ചിരിക്കുന്നില്ലേ, അതുപോലെ നമ്മൾ പോസിറ്റീവ് അല്ലേ എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെയൊന്നുമില്ല. നമ്മളാവാനാണ് ശ്രമിക്കേണ്ടത്. അടുത്തത് പോസിറ്റീവ് അഫർമേഷനാണ്. എനിക്ക് സാധിക്കും, എൻ്റെ മനസ്സ് ശാന്തമാണ് എന്നിങ്ങനെയുള്ള വാക്കുകൾ സ്വയം ഉരുവിടുക. ഇതേ പരിപാടിയിൽ എങ്ങനെയുള്ള വാക്കുകൾ ഉരുവിടണമെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞാനത് പറയുകയാണ്. അടുത്തത് പ്രകൃതിയുമായിട്ട് അടുക്കുക എന്നുള്ളതാണ്. അല്പനേരം ചെടികൾക്കിടയിലോ വെളിയിലോ ഒക്കെ നടക്കുന്നത് മനസ്സിന് പുതിയൊരു ഉണർവ് നൽകും എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മളൊക്കെ പാർക്കിലൂടെയൊക്കെ ഒന്ന് നടക്കാൻ ശ്രമിക്കുക. അത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശുഭദിനം ആശംസിക്കുന്നു എല്ലാവർക്കും. നമസ്തേ.